നേരിട്ട് കൈക്കൂലി വാങ്ങുന്നതിന് പുറമെ ജേഴ്സൺ കീഴുദ്യോഗസ്ഥർക്ക് ടാർഗറ്റ് നൽകിയിരുന്നതായി വിജിലൻസിന് വിവരം കിട്ടി. കീഴുദ്യോഗസ്ഥരെ കൈക്കൂലി വാങ്ങാൻ പ്രേരിപ്പിച്ചെന്നും വിജിലൻസ് സംശയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ബിനിൽ നൽകും. ബിനിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, എറണാകുളം പോലൊരു ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ നഗ്നമായി ഒരു നാണവുമില്ലാതെ അഴിമതി നടത്തുകയായിരുന്നു, വലിയ രീതിയിലുള്ള പണപ്പിരിവ് നടത്തുകയായിരുന്നു. ഇപ്പൊ കീഴുദ്യോഗസ്ഥർക്ക് ഈ മാസം ഇത്ര രൂപ പിരിച്ചു നൽകണം എന്നുള്ള ടാർഗറ്റ് നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇത് ഇന്നലെയും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ജേഴ്സണിൽ നിൽക്കുന്നതല്ല, ജേഴ്സൺ അതുപോലെ തന്നെ മുകളിലേക്കും കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ എന്തായാലും ജേഴ്സന്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ വരുന്നത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ജേഴ്സണുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഇയാൾ സ്വാധീനിച്ച് അവരെ കൂടി കൈക്കൂലി വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു. ആ കൈക്കൂലി പണത്തിന്റെ വിഹിതം ഇയാളും കൈപ്പറ്റുന്നു എന്നതാണ്. ഇപ്പോൾ വിജിലൻസ് ചെയ്തിരിക്കുന്നത് 2 ലോക്കറുകൾ മരവിപ്പിച്ചിരിക്കുന്നു. ആ ലോക്കറുകൾ തുറന്ന് പരിശോധിക്കുമ്പോഴാണ് ഇനി മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ ആ ലോക്കറിൽ നിന്ന് കിട്ടുമോ എന്നത് അറിയാനുള്ളത്. കാരണം ആ വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് 74 വിദേശ നിർമ്മിത വിദേശ മദ്യങ്ങൾ കണ്ടെത്തി പോലീസ് തന്നെ ഞെട്ടിപ്പോയത്. അതിന്റെ പേരിൽ ഇനി എക്സൈസിന്റെ കേസ് കൂടി ഈ ജേഴ്സണെതിരെ വരും. കാര്യം ഈ മദ്യക്കുപ്പികൾ എന്തായാലും വിദേശ നിർമ്മിതമായതുകൊണ്ട് തന്നെ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീയിൽ നിന്നോ മറ്റോ ആരെങ്കിലും വാങ്ങി കൊടുത്തിരിക്കുന്നതാണ്. അങ്ങനെയാണ് എങ്കിൽ ആര് കൊടുത്തു, എന്തിനു കൊടുത്തു എന്നതൊക്കെ വിജിലൻസിന് കണ്ടെത്താൻ കഴിയും. ജേഴ്സനെ കസ്റ്റഡിയിലേക്ക് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാളുടെ ബന്ധുക്കളുടെ പേരിൽ കോടികളുടെ ഇടപാടുകൾ ജേഴ്സൺ നടത്തിയിട്ടുണ്ട് എന്ന വിവരവും പോലീസിന് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങളും വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ഒരു 3-4 വർഷമായി എറണാകുളത്തെ വിജിലൻസ് ഏതാണ്ട് ഉറങ്ങിക്കിടന്ന മട്ടായിരുന്നു. അതിന് കൃത്യമായി തലപ്പത്ത് ആളുണ്ടായിരുന്നെങ്കിലും കാര്യമായി അനങ്ങാത്ത ഒരാളായിരുന്നു. അത് തന്നെയായിരുന്നു ഈ എറണാകുളത്തെ പ്രത്യേകിച്ച് ഈ വ്യവസായ മേഖലയൊക്കെ നിലനിൽക്കുന്നത്. ജേഴ്സൺ എന്ന വ്യക്തി ഒരാൾ മാത്രമാണ്. ഇപ്പോൾ 1-2 ഏജന്റുമാർ കൂടി അറസ്റ്റിലാകുന്നു, പിടിയിലാകുന്നു. അതിനപ്പുറത്തേക്ക് ഇതിന്റെ നെറ്റ്വർക്ക് സംബന്ധിച്ച് നമുക്ക് ഈ കേസ് പരിശോധിക്കുമ്പോൾ ഇതിലേക്ക് പ്രാഥമികമായി പുറത്തേക്ക് വരുന്ന വിശദാംശങ്ങൾ തന്നെ അതിൻ്റെ ആഴം മനസ്സിലാക്കുന്നതാണ്, സംശയിക്കപ്പെടുന്നതാണ്. അങ്ങനെ ഉള്ള ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം പോകുന്നുണ്ടോ? അത് സാധ്യമാണോ? പ്രതീക്ഷ, ഈ കേസ് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകുന്നത്. കാരണം ഒരു മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതി പിടികൂടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം മറ്റു പലരും ഉദ്യോഗസ്ഥരും നേരിട്ട് കൈക്കൂലി വാങ്ങുമ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പിൽ ഏജന്റുമാരെ വെച്ചുകൊണ്ട് അവർ കൈക്കൂലി വാങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം ഇവർ തമ്മിലുള്ള കണക്ഷൻ കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ വിജിലൻസ് വളരെ സൂക്ഷ്മമായി നീങ്ങിയത് കൊണ്ടാണ് ഇത്രയും കൃത്യമായി ഈ ജേഴ്സനെ പിടിക്കാൻ കഴിഞ്ഞത്. അതായത് ഈ അഴിമതിയുടെ ആഴം അറിയാമെങ്കിൽ പോലും ഈ വ്യക്തിയിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കാരണം ഇവർ ഏജന്റുമാരെ വെക്കുന്നു. ഏജന്റും ഈ വ്യക്തി, അതായത് പണം കൊടുക്കുന്ന വ്യക്തിയും തമ്മിൽ മാത്രമേ ബന്ധമുണ്ടാകുകയുള്ളൂ. ആ നെറ്റ്വർക്കിന് അപ്പുറത്തേക്ക് ജേഴ്സണിലേക്ക് ആ അന്വേഷണം എത്തിക്കാൻ കഴിഞ്ഞു, ജേഴ്സനെ പിടിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇനി ജേഴ്സന്റെ വരവിൽ കവിഞ്ഞ സ്വത്തിലേക്കാണ് വിജിലൻസ് നീങ്ങുന്നത്. കാരണം ഇയാൾക്ക് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. എസ് ശശിധരനാണ് വിജിലൻസിന്റെ SP. അദ്ദേഹം വളരെ ചടുലമായ നീക്കങ്ങൾ നടത്തുന്നയാളാണ്. അത് തന്നെയാണ് ജേഴ്സന് വിനയായി മാറുകയും ചെയ്തത്.